ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറീഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കേണ്ടതിന്റെ പ്രാധാന്യം ഇന്ത്യയിൽ എന്തുകൊണ്ട്? അതായത് ഇന്ത്യയിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്നാണ് പറയുന്നത്. ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഫാമിലിയെ സെക്യൂർ ആക്കുക എന്നുള്ളത്, പിന്നെ നമ്മുടെ ഡെപ്റ്റ് എല്ലാം തീർക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പല പല ഗോൾസ് ഉണ്ടാവും. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, മാരേജ്, പിന്നെ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാനായിട്ട് ലൈഫ് ഇൻഷുറൻസ് നമുക്ക് സഹായകമാവും. അതുപോലെ തന്നെയാണ് നമുക്ക് മറ്റ് അസറ്റുകളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളുടെ അടുത്ത തലമുറയിലേക്ക് നമുക്ക് കൈമാറി കൊടുക്കാനായിട്ട്, പാരമ്പര്യമായിട്ട് കൈമാറി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വത്ത് എന്ന രീതിയിൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസിനെ യൂസ് ചെയ്യാം. പിന്നെ മറ്റുള്ളവർക്ക് ഒരു ട്രസ്റ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു ചാരിറ്റി പോലെ നമുക്ക് കൊടുക്കാൻ ലൈഫ് ഇൻഷുറൻസ് യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പല ഈവൻറ്റുകളിലും നമുക്ക് ലൈഫ് ഇൻഷുറൻസ് ഉപകാരപ്രദമാകും. എന്നാൽ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇൻഷുറൻസ് എടുക്കണം എന്ന് പറയുന്നത്, നമുക്ക് സാധാരണ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇൻഷുറൻസ് എന്നുള്ളത് ഒരു കമ്പൽസറിയാണ്. അവിടെ എല്ലാവരും ഇൻഷുറൻസ് എടുത്തേ പറ്റൂ. ഇപ്പം നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പോലും നമുക്ക് ഒരു ഇൻഷുറൻസ് എടുത്താലേ അങ്ങോട്ട് പോകാൻ പറ്റൂ. ഇതെല്ലാം നിയമപരമായിട്ട് നിർബന്ധിതമായിരിക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയുള്ള ഒരു നിർബന്ധമില്ല. അപ്പൊ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അവരെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ നമുക്ക് മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ 60 വയസ്സായവർക്ക് ഗവൺമെന്റ് തന്നെ ജീവിക്കാനുള്ള വരുമാനം കൊടുക്കുക, അതായത് പെൻഷൻ എന്ന രീതിയിൽ അവർക്ക് സ്ഥിരമായിട്ട് വരുമാനം കൊടുക്കുക, അങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇതുവരെ അങ്ങനത്തെ ഒരു രീതിയൊന്നുമില്ല. ഇപ്പോൾ ചെറിയ എന്താ നമ്മുടെ ലോക്കൽ ബോഡിയൊക്കെ ആയിട്ട് നമുക്ക് പല ചെറിയ ചെറിയ പെൻഷൻ തുകകളും അതും ഒക്കെ ആയിട്ട് പല സ്കീമുകൾ വരുന്നുണ്ട് ഗവൺമെന്റിൻ്റെതായി. എങ്കിൽ കൂടെ അത് എല്ലാവർക്കും പ്രാബല്യത്തിൽ വരുന്നില്ല. ഇതിന്റെ പല നിബന്ധനകളൊക്കെ നോക്കുമ്പോൾ പലർക്കും അത് കിട്ടുന്നില്ല. കിട്ടുന്നത് തന്നെ വളരെ തുച്ഛമായ തുകയാണ്. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യയിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് വളരെ 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 പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് ഇൻകം ഉള്ള ടൈമിൽ നമ്മൾ അതിനു വേണ്ടി സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭാവി ജീവിതം നമുക്ക് സുരക്ഷിതമാക്കാം. നമ്മുടെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെയും ജീവിതം സുരക്ഷിതമാക്കാൻ സഹായിക്കും. അപ്പോൾ ഒരു ലൈഫ് ഇൻഷുറൻസ് ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ചിന്തിച്ച് ഇത്രയും നാൾ കളഞ്ഞ പോലെ കളയാതെ ഉടനെ തന്നെ അതിനു വേണ്ട സൊല്യൂഷൻ കണ്ടെത്തുക. ഉടനെ തന്നെ അതിനു വേണ്ട പ്ലാൻ ചെയ്യുക. നാളേക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഒരു സുരക്ഷിതമായ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇപ്പോഴേ നിങ്ങൾ നിർമ്മിച്ചു വയ്ക്കുക. അപ്പോൾ കൂടുതൽ ഗൈഡൻസിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.